കോതമംഗലത്തിന് സമീപം ഊന്നുകല്ലിൽ ആളൊഴിഞ്ഞ വീട്ടിലെ മാലിന്യക്കുഴിയിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ പ്രതിയെക്കുറിച്ച് കൃത്യമായ സൂചനകൾ ലഭിച്ചതായി പോലീസ് പറയുന്നു. പെരുമ്പാവൂർ സ്വദേശിനിയായ ശാന്ത തന്നെയാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തലയ്ക്ക് പിന്നിലേറ്റ അടിയാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. തലയ്ക്ക് പിന്നിലേറ്റ ശക്തമായ അടിയിലാണ് പെരുമ്പാവൂർ കുറുപ്പംപടി സ്വദേശി ശാന്ത കൊല്ലപ്പെട്ടതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വ്യാഴാഴ്ചയാണ് കൊലപാതകം നടന്നത്. ഊന്നുകല്ലിലെ ആളില്ലാത്ത വീടിന്റെ മാലിന്യക്കുഴിയിൽ ശരീരം തള്ളിയതും അന്ന് രാത്രി തന്നെയാണെന്ന് പോലീസ് പറയുന്നു. പരിസരം നന്നായി അറിയുന്ന കൊലപാതകിയെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചനയുണ്ട്. സാധാരണ യാത്രകളിൽ പോലും ശാന്ത തന്റെ പക്കലുള്ള 12 പവനോളം സ്വർണം ധരിച്ചിരുന്നു എന്നാണ് മക്കളുടെ മൊഴി. സ്വർണ്ണാഭരണങ്ങൾ കവരുന്നതിനാണ് കൊല നടത്തിയതെന്ന് പോലീസിന്റെ പ്രാഥമിക വിവരം. കഴിഞ്ഞ 18-ന് കുറുപ്പംപടി വേങ്ങൂരിലെ വീട്ടിൽ നിന്നിറങ്ങിയ ശാന്ത 2 ദിവസം കഴിഞ്ഞും എത്താതിരുന്നതോടെയാണ് പോലീസിൽ പരാതി നൽകുന്നത്. രാജാക്കാട് സ്വദേശിയായിരുന്ന ശാന്ത സാധാരണ പറയാതെ തന്നെ ഇവിടെ പോയി നിൽക്കാറുള്ളതുകൊണ്ടാണ് പരാതി നൽകാൻ വൈകിയത്. പോലീസ് കണ്ടെത്തുമ്പോൾ ജീർണിച്ച നിലയിലായിരുന്നു മൃതദേഹം. മക്കൾക്ക് ഇത് തിരിച്ചറിയാനും സാധിച്ചിരുന്നില്ല. എന്നാൽ തൈറോയിഡിന്റെ ഭാഗമായി നടത്തിയ ശസ്ത്രക്രിയയുടെ പാടുകൾ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതോടെയാണ് കൊല്ലപ്പെട്ടത് ശാന്ത തന്നെയാണ് എന്ന് ഉറപ്പിച്ചത്. മൃതദേഹം നാളെ ബന്ധുക്കൾക്ക് കൈമാറും. നിരീക്ഷണത്തിലുള്ള പ്രതി ഉടൻ തന്നെ പിടിയിലാകുമെന്നും പോലീസ് പറഞ്ഞു. 24 ഇടുക്കി.